നിഹാരികയുടെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന 6-ാം തീയതി അങ്ങ് അടുത്ത് വരുന്നതിനനുസരിച്ച് എന്റെ മനസ്സിന്റെ ഭാരം കൂടുകയായിരുന്നു. മറ്റൊരു കാര്യം, എന്റെയും വികാസിന്റെയും വിവാഹം അതേ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ വേണ്ടി നിശ്ചയ താമ്പൂലം വരെ കൈമാറി കഴിഞ്ഞു ഏട്ടാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചൂടെ. നിങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് വരെ പേടി തോന്നിപ്പോയി എനിക്ക്. അതുകൊണ്ടാ അവനി ദൈവം കല്യാണത്തിന് മുൻപ് എനിക്ക് ഓർമ്മ തിരിച്ചു തന്നത്. ഇത്രയും കാലം അമ്മയുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കൂ എന്ന് പേടിച്ചിട്ടാ നമ്മുടെ കാര്യം പറയാതിരുന്നത്. ഇനി ഒന്നും ആലോചിക്കാനില്ല. അമ്മയ്ക്കൊന്നും സംഭവിക്കരുതേ എന്ന് ഭഗവാനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കല്യാണക്കാരി ഇപ്പൊ തന്നെ പറയാ അവനി. വെറുതെ ധൃതി കാണിക്കരുതേട്ടാ, ആലോചിച്ചിട്ട് പറയാം നമുക്ക്. ഇപ്പോഴേ ഒരുപാട് വൈകിയില്ലേ. ഇനി ഒരിക്കൽ കൂടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ താൻ ഒരുപാട് വിഷമിക്കേണ്ടി വരും. ആ നിഹാരികയുടെ കഴുത്തില് എനിക്ക് താലി കെട്ടേണ്ട അവസ്ഥ വരും. ഇനി ഇതിൽ പുറകോട്ടില്ല. വരൂ ശ്രീകരേട്ടാ. അമ്മേ, അച്ഛാ, ഒന്ന് പെട്ടെന്ന് എല്ലാവരും വന്നേ. ചേച്ചി, അളിയ, ചേട്ടാ, ഏട്ടത്തി, നിഹാരിക, എല്ലാരും ഒന്ന് പെട്ടെന്ന് വാ. ശ്രീകരേട്ടാ, സത്യം പറയാൻ പറ്റിയ സമയമല്ല ഇതിപ്പോ. ധൃതി കാണിക്കല്ലേ, ഒന്നുകൂടി ആലോചിക്ക. താനൊന്ന് മിണ്ടാതിരിക്കെ. അമ്മേ അന്നപൂർണാദേവി, എത്രയോ കാലമായി ഞങ്ങളുടെ കല്യാണക്കാരെ എല്ലാരും അറിയാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. ഇപ്പൊ ആ സമയം എത്തി. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഈ വീട്ടിലുള്ള എല്ലാവരും എന്നെ അംഗീകരിച്ച് ആശീർവദിച്ച് സ്വീകരിക്കണേ അമ്മേ. എന്തു പറ്റി മോനെ? ഈ സമയത്ത് എന്തിനാ എല്ലാരെയും വിളിച്ചേ? കാര്യം എന്താണെന്ന് പറ. രാത്രിയിൽ ശല്യം ചെയ്യുന്നത് എന്തിനാ? നീ കാര്യം എന്താണെന്ന് പറ. എനിക്ക് എന്റെ ഓർമ്മ തിരിച്ചു കിട്ടി അമ്മേ. നിങ്ങൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നോ? ഇത് സത്യമാണോ? സത്യമാണ് നിഹാരിക. ഏട്ടൻ എന്നോട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഡോക്ടർ പക്ഷെ ഓർമ്മ തിരിച്ചു കിട്ടണമെങ്കിൽ കുറെ സമയം എടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഭാഗ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും ശ്രീകർ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമെന്നും പറഞ്ഞു ലാവണ്യ. നിന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ. പക്ഷേ ഇതൊന്നും എനിക്ക് എങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാനും ആവുന്നില്ലടാ. സത്യമാണമ്മേ, എനിക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. നമ്മുടെ കുടുംബത്തിനെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച്, നമ്മുടെ ആചാര സമ്പ്രദായങ്ങളെ കുറിച്ച്, എനിക്ക് സംഭവിച്ച അപകടത്തെ കുറിച്ച്, എന്റെ കല്യാണ കാര്യത്തില് നിങ്ങൾ എല്ലാവരും എടുത്ത തീരുമാനത്തെ കുറിച്ച്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും. ഇപ്പോ എനിക്ക് എന്റെ ബന്ധുക്കളെയും ഓഫീസിലെ സ്റ്റാഫുകളെയും എല്ലാവരെയും തിരിച്ചറിയാൻ പറ്റും. ഡോക്ടർ തന്ന മെഡിസിൻ കൊടുക്കാതെ വിറ്റമിൻ ടാബ്ലറ്റ്സ് ഞാൻ കൊടുത്ത്. പിന്നെ ഓർമ്മ എങ്ങനെയാ തിരിച്ചു കിട്ടിയത്? ഇതെങ്ങനെ സംഭവിച്ചു? ആ ദേവിയുടെ ദയ കൊണ്ടാ എന്റെ മോൻ ഇത്രയും പെട്ടെന്ന് എല്ലാം ഭേദമായത്. ആ അമ്മയുടെ മുമ്പില് 1000 തേങ്ങ ഞാൻ ഉടയ്ക്കും. ശ്രീകർ, നിന്റെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് എനിക്കും നിന്റെ അമ്മയ്ക്കും വലിയ പ്രയാസമായിരുന്നു. നീ സ്വയം ഒരു ചോദ്യചിഹ്നമായി മാറുമെന്ന് ആലോചിച്ച് ഒരുപാട് വിഷമിച്ചു. നിനക്ക് വേഗം ഭേദമാകാൻ വേണ്ടി എത്രയോ നേർച്ചകൾ നേർന്നതാ. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എനിക്ക് എന്റെ ഓർമ്മ തിരിച്ചു കിട്ടി. ഞാൻ സാധാരണ അവസ്ഥയിലേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ബോധ്യമായില്ലേ? ഇനി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സത്യം പുറത്തു വന്നാലുടനെ
ഇവിടുത്തെ അമ്മ എന്നെ അനുഗ്രഹിച്ച് സ്വീകരിക്കണേ അമ്മേ. അമ്മേ, എന്റെയും നിഹാരികയുടെയും 6-ാം തീയതി പറഞ്ഞുറപ്പിച്ചു വെച്ച കല്യാണം ഒരു കാരണവശാലും നടക്കില്ലമ്മേ. നിങ്ങൾ എന്താ ഈ പറയുന്ന ശ്രീകരേട്ടാ? നമ്മുടെ കല്യാണം നടക്കില്ലെന്നാ പറഞ്ഞേ. സ്വാഹ. നിഹാരികയുടെ പ്ലാൻ എല്ലാം സ്വാഹ. ശ്രീകരൻ അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് എനിക്കിപ്പോ പൂർണ്ണമായും വിശ്വാസമായി. അതെ അമ്മേ, ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ എന്തൊക്കെയോ തരികിട നടക്കുന്നുണ്ട്. ആവന് ചേട്ടനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതായിരിക്കുമെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ എന്റെ എല്ലാ സംശയവും ഇല്ലാതായി. നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് കരുതി കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞത് എന്തിനാ നീ? നിന്റെയും നിഹാരികയുടെയും കല്യാണം നമ്മൾ എപ്പോഴും നിശ്ചയിച്ചതല്ലേ ശ്രീകർ? നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ തീരുമാനം എടുത്താ എന്റെ അവസ്ഥ എന്താവും ശ്രീകരേട്ടാ? നീ പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറ്റിക്കഴിഞ്ഞാ നിഹാരികയെ ചതിക്കുന്ന പോലെയല്ലേ? ഡാ, നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. നിഹാരികയായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഉണ്ട്. എന്താ അത്? അമ്മേ, ഒരുപാട് കാലങ്ങളായി ഞാനൊരു വലിയ സത്യം മറച്ചു വെച്ച ജീവിക്കുന്നേ. അത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചിപ്പോ പറയാം. ദയവേത് അമ്മ സങ്കടപ്പെടാതിരിക്കണം. കല്യാണക്കാര്യം പറയാൻ വേണ്ടി തീരുമാനിച്ച് ഉറച്ചു വന്നത്. നിഹാരികയുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെക്കാൻ എന്തോ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആദ്യം ആ കാര്യം എന്താണെന്ന് പറ. ശ്രീകരേട്ടൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നാളെ സംസാരിക്കാം. എല്ലാവരും അകത്തേക്ക് ചെല്ല്. നീ ഒന്ന് അടങ്ങ് നിഹാരിക. ശ്രീകര് പരിപൂർണ ബോധ്യത്തോടുകൂടെ തന്നെ സംസാരിക്കുന്നത്. അതിന് തടസ്സം നിൽക്കണ്ട. നീ ഈ കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള കാരണം എന്താ? പറയ് ശ്രീകർ. എന്തുകൊണ്ടെന്നാ, ഞാൻ ഈ ആവനിയെ മുൻപൊരിക്കൽ കല്യാണം കഴിച്ചത് കൊണ്ടമ്മേ. ശ്രീകർ, ആവനിയെ കല്യാണം കഴിച്ചതാണെന്നോ എന്തീ പറയുന്നേ? സത്യമാണമ്മേ. ഇത് കളവാണ്. ഈ പറഞ്ഞതൊന്നും കളവല്ല അച്ഛാ. ഏട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നമ്മുടെ കുലദൈവമായ അന്നപൂർണ ദേവിയാണ് സത്യം. രണ്ടാളും കൂടെ എന്തോ ഡ്രാമ കളിക്കാണ്. ഇത് ഞാൻ വിശ്വസിക്കില്ല. ഈ നാടകമൊക്കെ പ്ലാൻ ചെയ്തത് ആവന് തന്നെ ആയിരിക്കും. നിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ തെളിവ് എന്താടാ? ഇതാണമ്മേ തെളിവ്. ഗുരുവായൂരപ്പ, മുരുക, ഇതെപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നേ? അമ്മേ, നിങ്ങൾക്ക് തന്ന വാക്കും ഈ ഗ്രാമത്തിന് കൊടുത്ത വാക്കും തെറ്റിച്ച് എനിക്ക് ആവനിയുടെ കഴുത്തില് താലി കെട്ടേണ്ടി വന്ന സാഹചര്യം എന്താന്ന് വെച്ചാ
അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. സത്യം തുറന്നു പറയാനായിട്ട് നിങ്ങളുടെ ജീവൻ തടസ്സമായിരുന്നു അമ്മേ. അതുകൊണ്ട് അവസ്ഥകൾ മനസ്സിലാക്കി സത്യം ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ടി വന്നു. എന്റെ ജാതകം നിങ്ങളുടെ കുടുംബത്തിന് ചേരുന്നതല്ലെന്ന പേടി ഞങ്ങളെ മൗനം പാലിക്കാൻ നിർബന്ധിപ്പിച്ചു. നമ്മുടെ കുടുംബക്കാര് നമ്മളോട് വിശ്വാസവഞ്ചന കാണിക്കുന്നുണ്ടോ? നിന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പൊ പറഞ്ഞു. നാളെ ഞാൻ എന്റെ നാട്ടുകാർക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? എല്ലാവരും വലിയ പ്രതീക്ഷയോടെ നിന്റെ കല്യാണത്തിനായി കാത്തിരിക്കുകയാണ്. അവരുടെ മുന്നിൽ എങ്ങനെ തല ഉയർത്തി നടക്കും? തെറ്റ് ചെയ്തവർക്ക് നിങ്ങൾ ശിക്ഷ വിധിക്കാറുണ്ടല്ലോ. ഇപ്പോ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് പറയാമേ. ഇനിയിപ്പോ നിഹാരികയുടെ അവസ്ഥ എന്താവും? നിൽക്ക് ചേച്ചി. ശ്രീകരേട്ടാ, ഈ കാണുന്ന താലി ആവനിയുടെ കഴുത്തിൽ കെട്ടിയത് നിങ്ങളാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? സാക്ഷികൾ ഉണ്ടോന്ന്? നിങ്ങളാണ് കെട്ടിയതെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ അങ്ങ് ചോദിക്ക് നിഹാരിക. രണ്ടാളും ചേർന്ന് ഒരു കഥ കെട്ടിച്ചമച്ചാൽ അത് വിശ്വസിക്കാൻ ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരാ? തെളിവുണ്ടെങ്കിലോ ചേട്ടാ? എന്താ അത്? ചെന്നൈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടന്നതിന്റെ പ്രൂഫ്. ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് പൂജാമുറിയിൽ നിന്ന് എങ്ങനെയാ പുറത്തു വന്നത്? ഇപ്പൊ അവരുടെ കയ്യില് വജ്രായുധം പോലെയുള്ളൊരു തെളിവുള്ളത്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ഇനി എനിക്ക് പറയാൻ കഴിയില്ല. തീരുമാനമായി, എല്ലാം തീരുമാനമായി. ഇത് സത്യമാണ്. എല്ലാവരെയും ഞെട്ടിച്ചോണ്ടിരിക്കുവാണല്ലോ. ഈ ടിസ്റ്റൊക്കെ കണ്ടിട്ട് തലയ്ക്ക് വട്ടുപിടിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ അവസ്ഥ പറയണോ? ഞങ്ങളെ എല്ലാവരെയും നിങ്ങൾ ചതിക്കായിരുന്നോ? അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കമ്മേ. എന്തിനാ ഈ വിശ്വാസവഞ്ചന കാണിച്ചത്? വിശ്വാസവഞ്ചന കാണിച്ചത് ഞാനല്ല അമ്മേ, ഈ നിഹാരികയാ. നിഹാരിക എന്ത് വഞ്ചനയാ കാണിച്ചത്? അവനെയും ഞാനും കല്യാണം കഴിച്ചതാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവളെന്നെ ആഗ്രഹിച്ചു. അതുകൂടാതെ ഇപ്പോ ഇവളെക്കുറിച്ച് ഒരുപാട് സത്യങ്ങളും എനിക്ക് പറയാനുണ്ട്. അമ്മേ, നിഹാരിക നിങ്ങൾ കരുതുന്നത് പോലെ ആചാരങ്ങളൊന്നും പാലിച്ച് ജീവിക്കുന്ന കുട്ടിയല്ല. പബ്ബിൽ കറങ്ങുന്ന ഒരു പെണ്ണാ അവള്. സാരി എടുത്ത് കണ്ട നിങ്ങൾക്കൊരുപാട് സന്തോഷം ഉണ്ടാവും. പക്ഷേ നിഹാരിക പലപ്പോഴും കുട്ടികളെക്കാളും ചെറിയ ഡ്രസ്സ് വിട്ട് മോഡേൺ കൾച്ചറിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്.
ജാതകം ചേർന്നു പോയെന്ന ഒരേ ഒരു അർഹത മാത്രമല്ലാതെ ഈ വീട്ടിലെ മരുമകളാകാൻ ഇവക്ക് യോഗ്യതയില്ല. എന്നെ കുറിച്ച് എന്തിനാ ഇങ്ങനെ കളവുകൾ പറയുന്ന ശ്രീകരേട്ടാ? അവൾ അവിടെ വായടച്ച് മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് കരുതി നിഹാരിക എന്താ അപമാനിക്കാന്ന് കരുതിയോ? നിഹാരിക വളരെ നല്ല കുട്ടിയാ. സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവള്. ശ്രീകർ പറയുന്നതെല്ലാം കളവാ. അതെ അമ്മേ, നിഹാരികയെ മോശക്കാരിയാക്കാനുള്ള ഉദ്ദേശത്തോടെയാ അവൻ അങ്ങനെ പറയുന്നത്. ആവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് നിഹാരിക ഒഴിവാക്കാൻ വേണ്ടിയാ ഈ നാടകം മുഴുവൻ കളിക്കുന്നേ. നിഹാരികയുടെ തനി സ്വരൂപം പുറത്തു കാണിക്കുന്ന എല്ലാ തെളിവുകളും അവനിയുടെ കയ്യിലുണ്ട്. അവന് കൊടുത്ത വാക്ക് നിറവേറ്റാൻ വേണ്ടി ആ തെളിവുകളൊന്നും ഇതുവരെ പുറത്തു കാണിച്ചില്ല. ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നിഹാരികയെ നിങ്ങൾ എല്ലാവരും കൂടെ ആട്ടി ഓടിച്ചേനെ. ഭർത്താവിനെ ഇവളെ പോലെയുള്ള ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട് അമ്മേ. അവനെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ. ആവനിയുടെ കാര്യം പിന്നെ നോക്കാം. ആദ്യം എനിക്ക് നിഹാരികയെ കുറിച്ച് അറിയണം. ശ്രീകർ പറഞ്ഞത് സത്യമാണോ? സത്യമല്ല അമ്മേ. സത്യമല്ല എന്ന് നമ്മുടെ കുലദൈവത്തിന്റെ മേൽ സത്യം ചെയ്ത് പറയാൻ പറ. നീ കളവ് പറഞ്ഞു കഴിഞ്ഞാ അമ്മയുടെ കോപത്തിന്റെ ഇരയാവേണ്ടി വരും നിനക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാ രക്ഷപ്പെടാൻ നിനക്ക്. അമ്മയുടെ മുമ്പിൽ സത്യം ചെയ്ത് പറ. വാ, ഞാൻ വരില്ല. അമ്മയുടെ മുമ്പിൽ സത്യം ചെയ്ത് പറയാൻ നീ ഇപ്പൊ പുറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് ഞാൻ കേട്ടതൊക്കെ സത്യമാണെന്ന് അർത്ഥം. അല്ല അമ്മ, എന്റെ കാര്യം തൽക്കാലം നിങ്ങൾ വിട്ടേക്ക്. എനിക്ക് ശ്രീകരേട്ടനെ വലിയ ഇഷ്ടമാ. ദയവ് ചെയ്ത് ശ്രീകരേട്ടനായിട്ടുള്ള എന്റെ കല്യാണം നടത്ത്. അതിനാദ്യം എനിക്ക് നിന്നെ കുറിച്ച് അറിയണം. എന്റെ മകനും ആവനെയും ചെയ്ത തെറ്റിനേക്കാൾ നീ ചെയ്ത തെറ്റാണ് വലുതെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. നീ ചെയ്തത് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുപോലെ സഹിക്കാൻ പറ്റാത്ത വിശ്വാസവഞ്ചന പോലെയുണ്ട്. നിന്നെ പോലെ ഒരാളെ ശിക്ഷിക്കാതെ വെറുതെ വിടരുത്. എല്ലാരും കൂടെ പറഞ്ഞിപ്പോ അവസാനം നിഹാരിക ഒരു ബലിയാടാക്കി മാറ്റിയല്ലേ? ഇതൊട്ടും ശരിയല്ല. വായടച്ചോണം. ഇനി ആരും ഒരു അക്ഷരം മിണ്ടരുത്. ചെയ്ത ചതിയെല്ലാം നിഹാരിക തന്നെ അംഗീകരിക്കുമ്പോ ഇനി അതിനൊരു വാദം വേണ്ട. ഇങ്ങനെ ഒരുത്തിയെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാ അവരും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിന്നെ പോലൊരാൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ ഇല്ലെങ്കിൽ പോലും നിന്റെ ജാതകത്തിൽ പിറന്ന ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾക്ക് കിട്ടും. നിനക്ക് ഞങ്ങളുടെ മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാനുള്ള അർഹതയില്ല. ഇറങ്ങിപ്പോ. അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്ക്. നിന്നെ പോലുള്ളവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളണം.